സുഹൃത്തുക്കളെ, രാവിലെ തന്നെ കേട്ടത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. മനാഫിനെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കുന്നു എന്നാണത്. ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം 24 ചാനലിൽ എൻകൗണ്ടർ എന്ന പ്രോഗ്രാമിൽ ലോറി ഉടമയായിരിക്കുന്ന മനാഫും അതുപോലെ തന്നെ ഈശ്വർ മൽപ്പയും അതുപോലെ രാഹുൽ ഈശ്വറും റെജി ലുക്കോസൊക്കെ പങ്കെടുത്തൊരു ചർച്ചയുണ്ടായിരുന്നു. ഒരേ ലക്ഷ്യത്തിന് വേണ്ടി നല്ല മനസ്സോടുകൂടി ഒത്തൊരുമിച്ച് നടത്തുന്ന ഒരു ചർച്ച. എതിരഭിപ്രായങ്ങൾ അവിടെ ഇല്ല. എതിരഭിപ്രായങ്ങൾ വരുമ്പോൾ അത് വളരെ കൂളായി തണുപ്പിക്കുകയാണ് അവതാരകനായിരിക്കുന്ന ഹാഷിമിയും കൂടിയും ചെയ്യുന്നത്. വളരെ കാഴ്ചക്കാർക്ക് പോലും വളരെ അത്ഭുതം നിറഞ്ഞ ഒരു ചർച്ചയായിരുന്നു ആ ചാനൽ നടത്തിയത്. അത്തരത്തിലുള്ള നല്ല ചർച്ചകളാണ് ചാനലുകളിൽ ഉയർന്നു വരേണ്ടത്. ഇത്തരം വിവാദങ്ങളും ഇത്തരം തർക്കങ്ങളൊക്കെ അതോടുകൂടി ഇല്ലാതാക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ചാനലുകൾ ആരെങ്കിലും വിളിക്കുമ്പോഴേക്കും അവിടെ കൂടി എന്തെങ്കിലും വിവാദം ഉണ്ടെങ്കിൽ ആ പരാമർശങ്ങൾ ഇടുന്ന ഒരു കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. ഒരുപക്ഷെ ഇത്രയൊക്കെ ചർച്ചകളൊക്കെ എത്തിയതും അതുകൊണ്ടായിരിക്കാം. അതിനിടയ്ക്ക് ഇത്തരത്തിലുള്ള നല്ലൊരു ചർച്ച വന്നപ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നിയത്. ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അവതാരകനായിരിക്കുന്ന ഹാഷിമി സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നുണ്ട്. ഹാഷിമി വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശിരൂരിലെത്തുമ്പോൾ മനാഫിനെ കണ്ട ആ രൂപം അതിൽ പറയുന്നു. മനാഫിൻ്റെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ മനാഫിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് കൈ കൊടുക്കുമ്പോൾ ശക്തമായിട്ട് മഴയുള്ളൊരു സമയമാണ്, എങ്കിലും നന്നായിട്ട് ചൂടുണ്ട് കൈ. അപ്പോൾ മനാഫിന് പനിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഈ പനിയൊക്കെ വകവെക്കാതെ അദ്ദേഹം ചൂടും വെയിലും മഴയും ഒക്കെ വകവെക്കാതെ ആയിരുന്നു അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ അവിടെ നടത്തിയിരുന്നു എന്നുള്ളതാണ്. നോക്കണം നിങ്ങൾ. അപ്പോൾ അതേപോലെ തന്നെ നമ്മളറിയാത്ത വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് മനാഫി എന്നുള്ളതും ഈ ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ റെജി ലുക്കോസ് എന്ന് പറയുന്ന ആ വ്യക്തി മനാഫിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മനാഫുമായിട്ട് അദ്ദേഹം ഫസ്റ്റ് ഫോണിൽ സംസാരിച്ചു എന്നും മനാഫ് ആരാണെന്ന് പോലും ചോദിച്ചിട്ട് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളതാണ്. വളരെ ആവേശമായിട്ട് അദ്ദേഹം സംസാരിച്ചത് അർജുൻ്റെ വിഷയമായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ചോദിച്ചറിഞ്ഞ് നോക്കുമ്പോൾ മനാഫ് ഒരുപാട് ലോറിയുടെ ഉടമയാണ്, അതുപോലെ തന്നെ വിദേശത്തൊക്കെ ബിസിനസ് നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം ചാനൽ ചർച്ചയിൽ വളരെ വ്യക്തമായിട്ടെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ എന്താ കരുതിയത്, അദ്ദേഹം ഒന്നുമല്ല, അദ്ദേഹം ഒരു യൂട്യൂബ് പണത്തിന് വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, ഒരു ഷോക്ക് വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു എന്നുള്ളതൊക്കെയാണ്. അദ്ദേഹത്തിൻ്റെ സത്യത്തിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് ഈ ചർച്ച കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. മനാഫിനും അതൊന്നും ആവശ്യമില്ല. പക്ഷേ നമുക്ക് ഇത്തരം മനാഫുകൾ ആവശ്യമാണ്. അതിന് ആവശ്യമായ കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. അവിടെ ആ ചർച്ചയിൽ മനാഫിനെ ചേർത്ത് പിടിക്കാനും അർജുൻ്റെ കുടുംബത്തെ ചേർത്ത് പിടിക്കാനും ആ ചാനലിലെ ആശിമ നടത്തുന്നൊരു ശ്രമങ്ങളുണ്ട്. അതിന് അദ്ദേഹത്തെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. ഇത്തരത്തിലുള്ള നല്ല ചർച്ചകൾ ഉയർന്നു വരട്ടെ, നല്ല വാർത്തകൾ വരട്ടെ. മനാഫിനും അർജുൻ്റെ കുടുംബത്തിനും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് പറഞ്ഞ് തൽക്കാലം വീഡിയോയിൽ നിന്ന് വിടവാങ്ങാം.